സാധിക്കത്തില്ല, ശരീരം താങ്ങുകയില്ല. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചെയ്യുവാൻ തക്കവിധം സംവിധാനമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ വിശ്വാസപൂർവ്വം എത്തിയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് നൽകിയ വലിയ ഒരു സൗഖ്യത്തിന് സാക്ഷ്യം നൽകുവാനാണ്. ഇത് എൻ്റെ ആങ്ങളയുടെ മകൻ, പേര് റോബിൻ. കഴിഞ്ഞ വർഷം റോബിന് ഒരു പനി വരികയും പല ദിവസങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ചിട്ട് യാതൊരു കുറവും ഉണ്ടായില്ല. ഒടുവിൽ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചികിത്സ തേടി. അവിടെയും കുറേ മരുന്നുകൾ കഴിച്ച് ഒടുവിൽ എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചു. കൂടുതൽ എളുപ്പത്തിലുള്ള ഒരു ചികിത്സയ്ക്കായി ഞങ്ങൾ സഹൃദയ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ഡോക്ടർ പരിശോധിച്ചിട്ട് എലിപ്പനിയുടെയും ഡെങ്കിപ്പനിയുടെയും അണുക്കൾ ശരീരത്തിലുണ്ടെന്നും ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് തീരെ കുറവാണെന്നും പറഞ്ഞു. ഈ സമയത്ത് ശക്തിയായ തലവേദനയും ഛർദിലും ശരീരവിറയലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ പ്ലേറ്റ്ലെറ്റ് കൂടാതെ എലിപ്പനിക്കുള്ള മരുന്ന് ചെയ്യാൻ സാധിക്കത്തില്ല, ശരീരം താങ്ങുകയില്ല. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചെയ്യുവാൻ തക്കവിധം സംവിധാനമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഡോക്ടറിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ICUവിൽ പ്രവേശിപ്പിച്ചു. 8 ദിവസം ICUവിലായിരുന്നു. ഈ സമയത്ത് പുറമേയുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി, എങ്കിലും പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കൂടുന്നില്ല. ഡോക്ടർ പറഞ്ഞു, പുറമേ കാണുന്നത് പോലെയല്ല, ആളിനല്പം സീരിയസ് ആണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് തീരെ കുറഞ്ഞു വരുന്നു. നിശ്ചിത സമയം ഇടവിട്ട് പരിശോധിച്ചിട്ടും ഇത് കൂടുന്നില്ല, ഒന്നിക്കൊന്നിക്ക് കുറയുകയാണ്. ഇത് കൂടിയില്ലെങ്കിൽ ആന്തരിക അവയവങ്ങളെയൊക്കെ ഇത് ദോഷമായി ബാധിക്കും. കരളിനും കിഡ്നിക്കുമൊക്കെ ബാധിച്ചാൽ നമ്മൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യായ സിസ്റ്റർ ഫിലോമിന ഞങ്ങളുടെ ഒരു സഹോദരിയാണ്. സിസ്റ്ററിനോട് ഞങ്ങൾ ഈ വിവരം പറഞ്ഞ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. സിസ്റ്റർ ഇന്ന് സ്മരണാർഹനായിരിക്കുന്ന നമ്മുടെ പ്രശാന്ത് അച്ഛനോടും മറ്റു വൈദികരോടും സിസ്റ്റേഴ്സിനോടുമെല്ലാം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും നിത്യാരാധനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ബഹുമാന്യരായ ഈ സമർപ്പിതരുടെ എല്ലാം പ്രാർത്ഥനയുടെ വലിയ യോഗ്യതയാൽ പരിശുദ്ധ അമ്മ തക്ക സമയത്തിടപെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനകളിൽ ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് അല്പാൽപമായി കൂടിക്കൂടി വന്നു. പിറ്റേ ദിവസം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി പേടിക്കാനില്ല, കൗണ്ട് കൂടിയിട്ടുണ്ട്, നോർമലാകുന്നു എന്ന് പറഞ്ഞു. 9ാമത്തെ ദിവസം ICUവിൽ നിന്ന് നേരെ ഡിസ്ചാർജ് വാങ്ങി ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകുവാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ തക്ക സമയത്ത് ഇടപെട്ട് തൻ്റെ തിരുപുത്രനിൽ നിന്നും ഞങ്ങൾക്ക് നേടിത്തന്ന ഈ വലിയ അനുഗ്രഹ സൗഖ്യത്തിന് ഞങ്ങൾ ഒന്നാകെ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ സമയത്ത് പ്രാർത്ഥന കൊണ്ടും പരിചരണം കൊണ്ടും സാമ്പത്തികം കൊണ്ടുമൊക്കെ ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ അസുഖം വരുന്നതിന് മുൻപ് തന്നെ റോബിൻ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. പല കാരണങ്ങളാൽ അത് നടന്നിട്ടില്ല. ഒരുപക്ഷെ ആഗ്രഹിച്ച സമയത്ത് വിദേശത്ത് പോകുവാൻ സാധിച്ചിരുന്നു എങ്കിൽ, അവിടെ വെച്ചായിരുന്നു ഈ അസുഖം വരുന്നതെങ്കിൽ ഞങ്ങൾ കൂടുതൽ വിഷമിച്ചേനെ. അതിന് ദൈവം ഇടയാക്കിയില്ല. അപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് തിരിച്ചറിയുവാൻ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വിശ്വാസയോഗ്യമാകുവാൻ കാരണമായി. ഇന്ന് റോബിന് നല്ലൊരു ജോലിയില്ല, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം തേടുന്നു. പരിശുദ്ധ അമ്മ വിദേശത്തായാലും നാട്ടിലായാലും നല്ല ഒരു ജോലി എത്രയും വേഗം തരപ്പെടുത്തി തരുവാൻ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു.
കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുന്നു. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും എന്നാണല്ലോ തിരുവചനം പറയുക. പരിശുദ്ധ അമ്മയുടെ നടയിൽ മനസ്സിൻ്റെ നൊമ്പരങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നിയോഗങ്ങളായി സമർപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ്റെ അനുഗ്രഹ സമ്പത്താൽ സമ്പന്നരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ IMS അമ്മയോടുള്ള ഭക്തിയും IMSൻ്റെ പ്രവർത്തനങ്ങളും അനുദിനം അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആവേ മരിയ. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 13 തിരുവാക്യം. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. കർത്താവിൻ്റെ കരുണ ലഭിച്ച ഈ മകനെ ഓർത്തുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആലപ്പുഴയിലെ പറവൂർ എന്നറിയപ്പെടുന്ന ചെറുഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ധ്യാന ഭവനാണ് IMS. അനേകർ ഇവിടേക്ക് വന്ന് സമാധാനവും സന്തോഷവും സൗഖ്യവും നേടി കടന്നുപോകുന്നു. IMS അമ്മയുടെ വലിയ അനുഗ്രഹം കടന്നു വരുന്നവർ നേടിയെടുക്കുന്നു. പകൽ ഏത് സമയത്ത് വന്നാലും ഇവിടെ കുമ്പസാരിക്കുവാനും കൗൺസിലിങ്ങിനും സൗകര്യമൊരുക്കിയിരിക്കുന്നു. തപസ് ധ്യാനം മുതൽ 3 ദിവസം താമസിച്ചുള്ള 16ഓളം ധ്യാനങ്ങൾ വരെ ഇവിടെ ഓരോ മാസവും നടത്തുന്നുണ്ട്. അനേകരാണ് ധ്യാനത്തിൽ പങ്കെടുക്കുകയും സന്തോഷവും സമാധാനവും സൗഖ്യവും നേടി കടന്നു പോകുന്നത്. ഇവിടെ 10ഓളം മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അനേകരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഏത് സമയത്തും ഫോണിലൂടെ തങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ വിളിച്ചറിയിക്കുവാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9:30 മുതൽ വൈകിട്ട് 2:30 വരെ ഇവിടുത്തെ പ്രധാന പ്രാർത്ഥനാ ദിനമാണ്. ഇവിടേക്ക് കടന്നു വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകുന്നു. രാവിലെ വചനപ്രഘോഷണം, വിശുദ്ധ കുർബാനയും എല്ലാ തിങ്കളാഴ്ചകളിലും കുഞ്ഞുങ്ങൾക്കുള്ള വിദ്യാരംഭം, കുഞ്ഞുങ്ങൾക്ക് ആദ്യമായുള്ള ചോറൂട്ട് എന്നിവ നടക്കുന്നു. കടന്നുവരുവിൻ സമാധാനത്തിനായി, സന്തോഷത്തിനായി, സൗഖ്യത്തിനായി IMSലേക്ക്.